ഹലോ കൂട്ടുകാരെ, നമുക്കിന്നൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈല് ചിക്കൻ തോരൻ വെച്ചാലോ. നമുക്ക് അതിനായിട്ട് വേണ്ടത് 1/2 കിലോ ചിക്കനാണ്. ചിക്കൻ വേണമെന്നറിയാമല്ലോ ചിക്കൻ തോരന്. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് 1/2 കിലോ ചിക്കനാണ്. 2 സവാള, ഇഞ്ചി, പച്ചമുളക് ചുവന്ന് പോയി കേട്ടോ, പഴുത്ത് പോയി അത്, പിന്നെ വെളുത്തുള്ളി, ഒരു തക്കാളി, കറിവേപ്പില, പിന്നെ നമ്മുടെ മസാലകൾ. അതിനകത്ത് ഗരം മസാലയുണ്ട്, കാശ്മീരി ചില്ലിയുണ്ട്, പിന്നെ മല്ലിപ്പൊടിയുണ്ട്, മഞ്ഞൾപ്പൊടിയുണ്ട്. കാശ്മീരി ചില്ലിക്ക് പകരം എരിവിന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സാധാരണ മുളക് പൊടി ഇടാം. പിന്നെ കുരുമുളക് പൊടി നമ്മൾ ലാസ്റ്റ് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 1/2 കിലോ ചിക്കനാണ്. അപ്പം ചിക്കൻ കഴുകി വൃത്തിയിൽ കഴുകിയതിന് ശേഷം ഞാനതിനകത്ത് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് പെരക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, നമുക്ക് പാൻ വെച്ച് കടുകിന് പകരം നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഉലുവയാണ്. അതാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഉലുവ മൂത്ത് വരുമ്പോഴത്തേക്കിനും സാധാരണ നമ്മൾ ബാക്കിയുള്ള ചിക്കനൊക്കെ വെക്കുന്ന പോലെ തന്നെ നമുക്ക് ഈ ഉലുവ പൊട്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഇടേണ്ടത് നമ്മുടെ സവാളയാണ്. ഈ പറയുന്ന സവാള, ഇഞ്ചി, പച്ചമുളക്, അല്ലെ വെളുത്തുള്ളി, ഇതൊക്കെ നല്ല പോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരണം കേട്ടോ. അപ്പം ഞാൻ ആദ്യം സവാള ഇട്ട് ഒരു ഹാഫ് വേവ് ആകാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇടയ്ക്ക് ഞാൻ നമ്മുടെ കറിവേപ്പില പറിക്കാൻ പോയിരുന്നു. എൻ്റെ തന്നെ വീട്ടിൽ കറിവേപ്പുണ്ട്, അതിൽ നിന്ന് പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഹാഫ് വേവായി കഴിയുമ്പോഴത്തേക്കിനും നമ്മൾ ഈ പറഞ്ഞ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി ഒരു ഗ്ലാസ് ടൈപ്പിൽ ഇതിലേക്കായി. അതിന് ശേഷം നമ്മളെടുത്ത് വെച്ചിരുന്ന മസാലയൊക്കെ ഇട്ടു. മസാലയൊന്ന് നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം അത് നോക്കണം, ആ പച്ച മണം ഒന്ന് മാറണം കേട്ടോ. മാറിയതിന് ശേഷമാണ് നമ്മൾ ഇനി ഇടാൻ പോകുന്നത് നമ്മുടെ ചിക്കനാണ്. ഒരു ചെറിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം ഈ ചിക്കനിട്ട് കുറച്ച് ഉപ്പും കൂടെ, കുറച്ച് ഉപ്പാണ് ചിക്കനകത്ത് ഞാൻ ആദ്യം പുരട്ടി വെച്ചിരുന്നത്. അപ്പോൾ നമ്മുടെ മസാല എല്ലാം കൂടെ വരുമ്പോഴത്തേക്കിനും കുറച്ചുകൂടെ ഉപ്പ് വേണമല്ലോ. ആ ഉപ്പ് കൂടെ ഇട്ടതിന് ശേഷം നമ്മൾ ചെറിയ ചൂടുവെള്ളം, ഞാൻ നേരത്തെ വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ ചെറു ചൂടോടെ ആ വെള്ളം ഒഴിച്ച് ചിക്കനൊന്ന് വേകാൻ വെച്ചിരിക്കുകയാണ്. അതൊന്ന് ഒരു പകുതി വേവായി കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് ഒരു മുറി അല്ലെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടമാണേ. തേങ്ങ, ഞാൻ 1 കപ്പ് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് പച്ച തേങ്ങയാണ്. വേണമെങ്കിൽ നിങ്ങൾക്കിത് വറുത്തിട്ട് വേണമെങ്കിലും ഇതിനകത്തേക്ക് ചേർക്കാം. പക്ഷേ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം ആ പച്ചത്തേങ്ങ ആയതുകൊണ്ടാണ് അതിട്ടത്. പിന്നെ എടുത്ത് വെച്ചിരുന്ന തക്കാളിയിലെ പകുതി ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇനി പകുതി വേവേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ചുകൂടെ നമുക്ക് കറിവേപ്പില നമുക്കിവിടെ ഉള്ളത് കൊണ്ട് ധാരാളമായിട്ട് ഇടാം കേട്ടോ. നല്ല കറിവേപ്പിലയാണ്, വിഷാംശമൊന്നും ഇല്ലാത്ത കറിവേപ്പിലയൊക്കെ ആണല്ലോ, അതുകൊണ്ട് ധാരാളമായിട്ട് നമുക്കിട്ട് ഇടാം. അങ്ങനെ ഒന്നുകൂടെ മൂടി വെച്ച് അതിനെ വേവിച്ചെടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സെമി ഗ്രേവിയായിട്ട് എടുക്കാം. പിന്നെ തോരനായതുകൊണ്ട് കുറച്ചുകൂടെ നല്ല ഡ്രൈ ആയിട്ട് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്കതാണ് കുറച്ചുകൂടി ഇഷ്ടം. അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്, ചിക്കൻ തോരൻ. ഞാനിത് ട്രിവാൻഡ്രം സൈഡ് കണ്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്നപ്പം കണ്ണൂർ വന്നപ്പോഴത്തേനും കാസർഗോഡ് പോയപ്പോഴും ഇത് ഇങ്ങനെ ചിക്കൻ തോരൻ അവർ അധികവും കറി വെക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. ചിക്കൻ കറി വെക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി റെസിപ്പിയാണ്. താങ്ക് യു ഓൾ.